സോ മക്കളെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നെക്സ്റ്റ് നമുക്ക് മെറ്റബോളിസം എന്നുള്ള കൺസെപ്റ്റിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഡിസ്കഷൻ ആണ് NCERT-ലുള്ളത്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് മെറ്റബോളിസം. സോ ഐ തിങ്ക് യു നോ മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ സം ടോട്ടൽ ഓഫ് ഓൾ ദ ബയോകെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് അവർ ബോഡി ഈസ് കാൾഡ് മെറ്റബോളിസം അല്ലേ. സോ സം ടോട്ടൽ ഓഫ് all the biochemical reactions. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. all biochemical reactions സം ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം. ഈ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസം എന്ന് പറയുന്നത് നമുക്കറിയാം കുറെ കൺവേർഷൻസ് ആണല്ലേ. നമ്മുടെ ബോഡിയുടെ അകത്ത് നമ്മൾ ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂവൻസ്, ഡിഫറെന്റ് ബയോമോളിക്യൂൾസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഈ ബയോമോളിക്യൂൾസ് അതായത് കോൺസ്റ്റന്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേര് ടേൺ ഓവർ എന്നാണ്. എന്താണ് ടേൺ ഓവർ? സോ വാട്ട് ഈസ് ടേൺ ഓവർ? ടേൺ ഓവർ NCERT-ൽ ഇതൊരു ജനറൽ ടോപ്പിക് ആയിട്ടാണ് കൊടുത്തത്. സോ ടേൺ ഓവർ ഈസ് സിംപ്ലി ദ ബയോമോളിക്യൂൾസ് ആർ കോൺസ്റ്റന്റ്ലി ചേഞ്ച്ഡ് ഇൻ ടു അനദർ ബയോമോളിക്യൂൾ. അതിന് വിളിക്കുന്ന പേരാണ് in the turnover. So biomolecules changes into another form. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? turnover. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു അമിനോ ആസിഡ് എടുക്കാന്ന് വിചാരിക്കാം. അമിനോ ആസിഡ് NCERT-ൽ കൊടുത്ത അതേ എക്സാമ്പിൾ തന്നെ കൊടുക്കാം. അമിനോ ആസിഡിനെ നമുക്ക് അമിനോ ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പിന്നെ അമീൻസ് ആണ് അല്ലേ. അമീൻസ് ആണ്. അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ NH2 പിന്നെ COOH എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. ഈ COOH-ൽ CO2 ആണ് മാറിക്കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ഇവിടെ നിന്നു. സോ ദിസ് വിൽ ബി കംപ്ലീറ്റ് എന്ത്? അമീൻസ് ആയി മാറും. സോ ഇതൊരു എക്സാമ്പിൾ ഫോർ എ ടേൺ ഓവർ ആണ്. അതേപോലെ തന്നെ ഒരുപാട് ടേൺ ഓവറിന് എക്സാമ്പിൾ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡൈജഷൻ എന്നുള്ള ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ടേൺ ഓവറിന് എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൈജഷനിൽ നിങ്ങൾ ഡൈജഷൻ പ്രോസസ്സിൽ ബിഗ് പ്രോസസ്സിൽ നമ്മൾ ഫുൾ കൺവേർഷൻസ്, അതായത് ഇപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റിൽ ഡൈസാക്കറൈഡുകൾ കൺവേർട്ട് ഇൻ ടു മോണോസാക്കറൈഡ് അല്ലേ. ഡൈസാക്കറൈഡ് എന്ന് പറയുമ്പോൾ ബിഗ് മോളിക്യൂൾ ആണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് മോണോസാക്കറൈഡ് ആക്കി മാറ്റുന്ന ആ പ്രോസസ് ഒരു ടേൺ ഓവറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ടേൺ ഓവർ എന്ന് പറയുമ്പോൾ മെറ്റബോളിക് കൺവേർഷൻസ് ആണ്. നമ്മുടെ ബോഡിയിലെ മെറ്റബോളിക് കൺവേർഷൻസിന്റെ പ്രത്യേകത സാധാരണഗതിയിൽ ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു മെറ്റബോളിക് കൺവേർഷൻസ് ആർ നോട്ട് യൂഷ്വലി പ്രസന്റ് എന്ന് NCERT കൊടുത്തിട്ടുണ്ട്. സോ യൂഷ്വലി അതെല്ലാം എപ്പോഴും ലിങ്ക്ഡ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, സോ ഡസ് നോട്ട് ഒക്കർ ഇൻ ഐസൊലേഷൻ. That is majority of these metabolic reactions do not occur in isolation but are always linked to some other reaction. അതായത് ഇപ്പോൾ ഡൈസാക്കറൈഡ് കൺവേർഷൻ ഇൻറ്റു മോണോസാക്കറൈഡ് അല്ലേ. ഇതൊറ്റക്കാണ് നടക്കുകയല്ല. ഇതിന് തൊട്ട ബാക്കിലായിട്ട് പോളിസാക്കറൈഡ് ഡൈസാക്കറൈഡ് മാറുന്നിട്ട് ഈ മോണോസാക്കറൈഡിനെ പിന്നീട് നമ്മൾ ബോഡിയിൽ ഐദർ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ മോണോസാക്കറൈഡിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്ന പരിപാടികളൊക്കെ നടക്കാറുണ്ട്. സോ metabolic conversions do not occur in isolation but are always linked to some other reactions but always linked to other reactions. Okay, ഇങ്ങനെ വരുന്ന മെറ്റബോളിക് ഒരു പാത്ത് വേ ആണ് ഇതിന് വിളിക്കുക. അങ്ങനെ സീരീസ് ഓഫ് മെറ്റബോളിക്സ് കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സീരീസ് ഓഫ് മെറ്റബോളിക് കൺവേർഷൻസ് ആണ്. ആൻഡ് ദിസ് മെറ്റബോളിക് കൺവേർഷൻസിന് വിളിക്കുക. മെറ്റബോളിക് കൺവേർഷൻസ് രണ്ട് രീതിയിൽ നടക്കാം. മെറ്റബോളിക് കൺവേർഷൻസ് ഇതൊക്കെ ഞാൻ എന്തിനാ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT-ൽ ഈച്ച് ആൻഡ് എവറി ലൈൻ നമുക്ക് ഫെമിലറൈസ് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ദിസ് മെറ്റബോളിക് കൺവേർഷൻസ് ക്യാൻ ബി ലീനിയർ ഓർ ആസ് വെൽ ആസ് സർക്കുലർ അല്ലേ. ലീനിയർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കൺവേർഷൻ ആണ്. ഡയറക്റ്റ് ഒരു സാധനം ഇങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ഇതിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നിങ്ങൾ എക്സാമ്പിൾ ഗ്ലൈക്കോളിസിസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എക്സാമ്പിൾ ഗ്ലൈക്കോളിസിസ് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങളത് പഠിക്കും. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ റിയാക്ഷൻ ഒരു സീരീസ് ഓഫ് ലിങ്ക്ഡ് റിയാക്ഷൻസ് ആണ്. അവസാനം പൈറുവിക് ആസിഡ് എന്നുള്ള ഒരു കമ്പോണന്റ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഗ്ലൂക്കോസിൽ നിന്നാണ് പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നത്. പിന്നെ പൈറുവിക് ആസിഡിൽ നിന്ന് നമുക്ക് അത് ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു സൈക്കിളിലേക്ക് പോകും. ഓക്കെ, സോ ആ ക്രെബ്സ് സൈക്കിൾ നമ്മൾ പഠിക്കും. ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു സൈക്കിളാണ്. ഒരു റിയാക്ഷൻസ് ആണ്. ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓക്സിജൻ തിരിച്ചിങ്ങനെ പോകുന്നതാണ്. ഇതിൽ ആൽഫ കിറ്റാഗ്ലൂട്ടാറിക് ആസിഡ് എന്നുള്ള സാധനമൊക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഫ്യൂമാരിക് ആസിഡ് അങ്ങനെ കുറച്ച് ഇവിടെ ഓക്സലോ അസറ്റിക് ആസിഡ് വെച്ചിട്ടാണ് തുടങ്ങുക. അതിൽ അസറ്റൈൽ കോഎൻസൈമേ വന്നിട്ട് ബൈൻഡ് ചെയ്തിട്ട്
കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ലൈക്ക് എ സർക്കുലർ പാത്വേ. ഓക്കെ, സോ മെറ്റബോളിക് കൺവേർഷൻസ് ക്യാൻ ബി ഐദർ ലീനിയർ ആസ് വെൽ ആസ് സർക്കുലർ എന്നാണ് നമ്മൾ പഠിച്ചത്. സോ അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷനിൽ കാണാം അല്ലേ, മെറ്റബോളിക് കൺവേർഷൻസ് ആർ ആൾവേസ് സർക്കുലർ ആൻഡ് നെവർ ലീനിയർ. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ജനറൽ ടോപ്പിക് ആകുമ്പോൾ നമ്മൾ അത് ചിലപ്പോൾ വായിച്ചെത്തിയിട്ടുണ്ടാവില്ല. സോ ജനറൽ ടോപ്പിക്കും നമുക്ക് വായിക്കണം, ബിക്കോസ് യുവർ വേ ഓഫ് ലേണിംഗ് NCERT ഈസ് 100% NCERT തറോ ആക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ലക്ഷ്യം. ഓക്കെ, സോ ഐ തിങ്ക് യു ഗോട്ട് ദാറ്റ് ഐഡിയ. ആൻഡ് ഈ മെറ്റബോളിക് കൺവേർഷൻസിന്റെ വേറൊരു പ്രത്യേകത, സാധാരണഗതിയിൽ നമ്മളെ ബോഡിയിലെ മെറ്റബോളിക് കൺവേർഷൻസിൽ നമ്മൾ പറയും, ഒരു നോട്ടായിട്ട് നമ്മൾ NCERT കൊടുത്തൊരു കാര്യമാണ്, every chemical reactions of the metabolic pathway is a catalyzed reaction. So every reaction of the metabolic pathway, or every reaction is catalyzed by enzymes, okay, there is no uncatalyzed metabolic reactions happening in our body എന്നും പറഞ്ഞിട്ടുണ്ട്. Okay, and ഈ catalyst വിളിക്കുന്ന പേരാണ് enzymes are simply biological catalyst എന്ന് നമ്മൾ പറയാറ്. enzymes are biological catalyst. Okay, ഇനി മെറ്റബോളിസം ഞാൻ പറഞ്ഞിരുന്നു, മെറ്റബോളിക് ബേസിസ് ഓഫ് ലിവിംഗിൽ പറയുന്നത് മെറ്റബോളിസം എന്നുള്ളത് രണ്ട് രീതിയിലാണ് മെറ്റബോളിസം നടക്കുന്നത്. നമ്പർ 1 ഈസ് മെറ്റബോളിസം ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്. നമ്പർ 1 ഈസ് anabolism and number 2 ഈസ് catabolism. ആനബോളിസം എന്ന് ആലോചിക്കുമ്പോൾ വലിയൊരു ആളെ ഉണ്ടാക്കുക, ഒരു ആനനെ ഉണ്ടാക്കുക എന്നുള്ള ആലോചിച്ചാൽ മതി. കാറ്റബോളിസം എന്ന ഒരു ആനയിൽ നിന്ന് ക്യാറ്റിനെ ഉണ്ടാക്കുന്ന പരിപാടി. ദാറ്റ് ഈസ് anabolism ഈസ് ദ making process, but the catabolism is the destruction process എന്ന് നമുക്ക് സിംപ്ലി പറയാം. അതായത് in which more complex structures are formed from simple structure. So more complex structures formed from simple structures. Okay, from simple structures. And this is very important. ഈ anabolic conversions actually requires സാധാരണ ATP എനർജി വേണം അല്ലേ, ഒരു വലിയൊരു ആനനെ ഉണ്ടാക്കണമെങ്കിൽ ATP വേണം എന്നർത്ഥം. പക്ഷേ ഈ കാറ്റബോളിസം എന്ന് പറയുന്നത് എന്താ, നമ്മൾ പറഞ്ഞു കാറ്റബോളിസം എന്ന് പറയുമ്പോൾ സിംപ്ലർ സബ്സ്റ്റൻസസ് അല്ലെ, പൊട്ടിച്ചിട്ട് ബിഗ്ഗർ സാധനങ്ങളെ കുഞ്ഞു ആളുകളാക്കി മാറ്റുന്ന പരിപാടിയാണ് കാറ്റബോളിസം. പക്ഷേ ആനബോളിസം എന്ന് പറയുന്നത് ഇങ്ങനെ കുഞ്ഞു ആളുകളെ കൺവേർട്ട് ചെയ്തിട്ട് വലിയ ആളുകളാക്കി മാറ്റുന്നതാണ്. ക്ലിയർ? സോ കാറ്റബോളിസം simpler അല്ലെങ്കിൽ small substances formed from complex structures. But ഇതിന്റെ പ്രത്യേകത, this actually releases energy എന്നാണ് പറയാ. ഏത്, നമ്മുടെ catabolism actually releases energy. So this releases energy. Okay, ഇനി NCERT-ൽ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാം, പക്ഷേ NCERT-ൽ കൊടുത്ത എക്സാമ്പിൾ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ്. അതായത് ആനബോളിസത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് NCERT-ൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൺവേർഷൻസ് ഓഫ് അസറ്റിക് ആസിഡ് ഇൻടു കൊളസ്ട്രോൾ ആണ്. സോ എക്സാമ്പിൾ നമ്പർ 1, അസറ്റിക് ആസിഡ് നമുക്കറിയാം CH3COOH അല്ലേ. സോ അസറ്റിക് ആസിഡ് കൺവേർഷൻ ഇൻടു കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ. സോ കൊളസ്ട്രോൾ ഒരു ബിഗർ സ്ട്രക്ചർ ആണ്, നമ്മൾ വലിയൊരു സ്ട്രക്ചർ ആയിട്ട് കണ്ടിരുന്നു. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വേറെ കുറെ എക്സാമ്പിളുകൾ പറയാം. സിന്തസിസ് ഓഫ് പ്രോട്ടീൻ, അമിനോ ആസിഡ് കൺവേർഷൻ ഇൻടു പ്രോട്ടീൻ, അത് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു ആനബോളിസത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലേ, സിമ്പിൾ. ഇനി കാറ്റബോളിസം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, കാറ്റബോളിസത്തില് ബിഗർ മോളിക്യൂൾസ് സിംപ്ലർ മോളിക്യൂൾസ് ആയി മാറുന്നതാണ്. അതിനും NCERT-ൽ കൊടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്, എക്സാമ്പിൾ ദ ഡീഗ്രഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. അതായത് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ മോളിക്യൂൾ ലാക്ടിക് ആസിഡായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്, ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ഇൻടു ലാക്ടിക് ആസിഡ്. ഈ കൺവേർഷൻ നമ്മൾ എവിടെ പഠിച്ചതാ? യെസ്, ഐ തിങ്ക് യു റിമെമ്പർ, നമ്മളെ സ്കെൽറ്റൽ മസിലിൽ പഠിച്ചാണ്. ഈ ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, മസിൽ ഫെറ്റിഗ്നെസ് എന്നുള്ള ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. സോ ഗ്ലൂക്കോസ് മോളിക്യൂൾ, ഈ ഒരു കൺവേർഷന് സാധാരണ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ലാസ്റ്റ് നമുക്ക് പൈറുവിക് ആസിഡ് ഉണ്ടാകും. ഓക്കെ, ഈ പൈറുവിക് ആസിഡിന്റെ പിന്നെയുള്ള ഫേറ്റ് എന്ന് പറയുന്നത്, പൈറുവിക് ആസിഡ് ഡയറക്ട്ലി നമുക്ക് ലാക്ടിക് ആസിഡായി മാറുന്ന പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ പൈറുവിക് ആസിഡിൽ നിന്ന് എത്തനോൾ പ്ലസ് കാർബൺ ഡയോക്സൈഡ് ആയി മാറുന്ന പരിപാടി ഉണ്ട്. യെസ്, പിന്നീട് ഈ പൈറുവിക് ആസിഡ് എയറോബിക് റെസ്പിറേഷന്റെ ഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. ഓക്കെ, ഇത് ലാക്ടിക് ആസിഡായി മാറുന്നത് ലാക്ടിക് ആസിഡ് ബാസിൽസ് അല്ലെങ്കിൽ നമ്മുടെ സ്കെൽറ്റൽ മസിലാണ്. എത്തനോൾ പ്ലസ് കാർബൺ ഡയോക്സൈഡ് ആയി മാറുന്നത് നമുക്കറിയാം നമ്മൾ ഫെർമെന്റേഷൻ പ്രോസസ്. ഇത് രണ്ടും ഫെർമെന്റേഷൻ പ്രോസസ് നമ്മൾ പറയാറുണ്ട്.
ഈ എത്തനോൾ ആയി മാറുന്നത് നമ്മുടെ ഈസ്റ്റ് പോലുള്ള ഓർഗാനിസത്തിലാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് എവർ ഈ ഒരു ലാക്റ്റിക് ആസിഡായി മാറുന്ന ഈ ഒരു ബിഗ് പ്രോസസ് 10 സീരീസ് ഓഫ് ലിങ്ക്ഡ് റിയാക്ഷൻസ് ആണെന്ന് പറയുന്നു. എന്തായാലും ഈ ഗ്ലൂക്കോസ് 6 കാർബൺ ആണ്, ലാക്റ്റിക് ആസിഡായി മാറുമ്പോൾ 3 കാർബൺ ആണ്. അപ്പോൾ എന്തായാലും ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ആളുകളായി മാറിയതാണ്. സോ ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് കാറ്റബോളിസം, ഗ്ലൂക്കോസ് കൺവേർഷൻ ഇൻടു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എനർജി റിലീസ് ചെയ്യുന്നുണ്ടല്ലോ, ഇതിൽ ATP രൂപത്തിലാണ് എനർജി എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. വാട്ട് എവർ ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത് ബോണ്ട് എനർജി രൂപത്തിലാണ്. ആ ബോണ്ട് എനർജി രൂപത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP രൂപത്തിലാണ്. ഓക്കെ, ഇതിൽ ഈ ബോണ്ട് എനർജിയിലാണ് ആക്ച്വലി സ്പീക്കിംഗ് എന്ത് വരുന്നത്, നമ്മുടെ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് ഈ ATP ADP ആകുന്ന സമയത്ത് പ്ലസ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് പ്ലസ് സെർട്ടൻ എനർജി. സോ ഈ എനർജി ഈ ബോണ്ടിലാണ് ആക്ച്വലി എനർജി ഉള്ളത്. ആ എനർജിയാണ് നമുക്ക് ATPനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുക. ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, വാട്ട് ഈസ് യുവർ ഐഡിയ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് ആണെങ്കിൽ നമുക്കറിയാം അത് അഡിനൈഡിക് ആസിഡ് ആണ് അല്ലേ. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ന്യൂക്ലിയോടൈഡ് ആവൂലേ. കാരണം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലേ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത് പെൻറ്റോസ് ഷുഗർ അല്ലേ, OH ഉള്ള പെൻറ്റോസ് ഷുഗർ. സോ ദിസ് ഈസ് അവർ റൈബോസ് ആൻഡ് ഇവിടെ നമുക്ക് അഡിനിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ആയാൽ ഇത് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ അഡിനൈലിക് ആസിഡ് ആണ്. പക്ഷേ 3 ഫോസ്ഫേറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് വിളിക്കാം, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇതാണ് സിംപ്ലി നമ്മുടെ ATP. സോ ATP is actually ന്യൂക്ലിയോടൈഡിന്റെ ഒരു വെറൈറ്റി ഫോം ആണ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അത് വെച്ചിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യെസ്, ഐ തിങ്ക് ഞാൻ ഒരു ബയോ എനർജറ്റിക്സ് NCERT പറഞ്ഞിട്ട്, ബയോ എനർജറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എനർജി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഇൻ ദ ലിവിംഗ് സിസ്റ്റം. ഇങ്ങനെ കൺവേർഷൻസ് ഒക്കെ നടക്കുമ്പോൾ എനർജി ട്രാൻസ്ഫോർമേഷൻ ഉള്ള ബോഡിയിൽ നടക്കുന്നുണ്ട്. അതിന് വിളിക്കുന്ന പേര് ബയോ എനർജറ്റിക്സ് ഒക്കെ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഓക്കെ, സോ എനർജി കറൻസി ഓഫ് ദ സെല്ലാണ് നമ്മളെ ATP മോളിക്യൂൾ എന്ന് പറയാം. കാരണം നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്ന എനർജി അല്ലേ, നേരെ അങ്ങ് യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. ആ ATP നമ്മൾ ആവശ്യാനുസരണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരുപാട് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരുപാട് പൈസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ഇതിന് പൈസ ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ നമ്മൾ എന്ത് ചെയ്യും, ആ പൈസ നമ്മളൊരു ചിലപ്പോൾ ഒരു ഗോൾഡൊക്കെ ആയിട്ട് മാറ്റും അല്ലേ, ഗോൾഡായിട്ട് മാറ്റും. അങ്ങനെ ഗോൾഡായിട്ട് മാറ്റുന്നതാണ് ആക്ച്വലി ഈ എനർജി നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ. സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ATP രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് സംഗതി. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് സം ഐഡിയ. നൗ മക്കളെ, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിവിങ് സ്റ്റേറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. So next is all about living state. Living state. What is your idea? നമുക്കൊക്കെ ജീവനുണ്ട് അല്ലേ, all of us have life. So living state എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തുകൊണ്ടാണ് നമുക്ക് ലൈഫ് ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ലൈഫ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് കേൾക്കുന്നത്, ലൈഫ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എന്നൊക്കെ പറയാം അല്ലേ. പക്ഷെ ബയോളജി പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ലിവിങ് സ്റ്റേറ്റ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്, ലിവിങ് സ്റ്റേറ്റ് that is very important as well. Living state is considered as a non-equilibrium steady state. Okay, living state is considered as a non-equilibrium. This is very important ആട്ടോ, non-equilibrium steady state. നമുക്കൊക്കെ നമ്മുടെ ബോഡി നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ആയത്, എന്തുകൊണ്ടാണ് നമ്മൾ നോൺ ഇക്വിലിബ്രിയം ആയത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഇതിൽ മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ ബോഡിയിൽ എന്തുകൊണ്ടാണ് സ്റ്റഡി സ്റ്റേറ്റ് ആയത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. എന്തുകൊണ്ടാണ് സ്റ്റഡി സ്റ്റേറ്റ് ആയത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. നമ്മുടെ ബോഡിയിലെ ബോഡിയിലെ ബ്ലഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബ്ലഡിൽ ഒരുപാട് കമ്പോണൻസുകൾ ഉണ്ട് അല്ലേ. കമ്പോണൻസ് ഇൻ ദ സെൻസ് നമ്മുടെ ബോഡിയിൽ സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, പിന്നെ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ട്, ഹോർമോൺസുകൾ ഉണ്ട് അല്ലേ. ഇവരൊക്കെ ഒരു റേഞ്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ ഒരു എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യാന്ന് വിചാരിക്കുക. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഫാക്ട് ഉണ്ട്. ഗ്ലൂക്കോസ്, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് പറയാം കേട്ടോ. ഗ്ലൂക്കോസ് നിങ്ങൾ NCERT കൊടുത്തിരിക്കുന്നു. സാധാരണഗതിയിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ന് പറയുന്നത് 4.5 to 5.0 മില്ലി മോൾ ആണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് നോക്കി വെക്കണം. ഇത് നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ ഗ്ലൂക്കോസിന്റെ വാല്യൂ മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലൊക്കെയാണ് പറയുക. അതായത് നമ്മൾ 70 to 110 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്നാണ് പറയുക. പക്ഷേ ഇത് നിങ്ങൾ NCERT 4.5 to 5 മില്ലി മോൾ എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, സപ്പോസ് ഗ്ലൂക്കോസ് കുറഞ്ഞെന്ന് വിചാരിക്കാം. ചില ആളുകൾക്ക് എസ്പെഷ്യലി ഏർലി സ്റ്റേജ് ഓഫ് ഡയബറ്റീസ് വരുമ്പോൾ ഗ്ലൂക്കോസ് കുറയുന്ന ഒരു കണ്ടീഷൻ വരുന്ന ആൾക്കാരുണ്ട്. ഗ്ലൂക്കോസ് കുറയുക എന്ന് പറയുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് നമ്മൾ പറയുക. സോ ഹൈപ്പോഗ്ലൈസീമിയ
ഗ്ലൂക്കോസ് കൂടുന്ന കണ്ടീഷൻ ദാറ്റ് ഈസ് ഡയബറ്റീസ് അല്ലേ. ഡെഫിനിറ്റീവ് ഡയബറ്റീസ് ആകുമ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിയ വരും. ദാറ്റ് ഈസ് വാട്ട് ഈസ് യുവർ ഐഡിയ? ഇതിൽ ഏതാണ് ഏറ്റവും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളത്? ലൈഫിന് പെട്ടെന്ന് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഗ്ലൂക്കോസ് കുറയുന്നതാണ്, ഹൈപ്പോഗ്ലൈസീമിയ. ഗ്ലൂക്കോസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസ് സ്ഥിരം കുറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്, കുറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വിറയിൽ വരും, ചിലപ്പോൾ പെട്ടെന്ന് സ്വെറ്റിങ് വരും, പെട്ടെന്ന് കണ്ണ് ഇരുട്ട് കയറുന്ന പോലെ തോന്നും. അപ്പോൾ അവർ നേരെ പോയിട്ട് എന്തെങ്കിലും വായിൽ ഇട്ടിട്ട് ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ ആൻഡ് അത് 4.5 താഴെ ലെസ് ദാൻ ഒരു 4 ഒക്കെ ആയിക്കഴിഞ്ഞാൽ, ഇനി വാട്ട് ഹാപ്പൻസ് മോർ ദാൻ ഒരു 6, ഇവിടെ 5 ആണ് കാണുന്നത്, മോർ ദാൻ ഒരു 6 ഒക്കെ പോയി കഴിഞ്ഞാൽ ഡയബറ്റീസ് സിറ്റുവേഷൻ വരും. ഡയബറ്റീസിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഡയബറ്റീസ് ക്യാൻ സ്ലോലി അഫക്റ്റ് അവർ ഐസ്, അവർ കിഡ്നി, ഈവൻ അവർ ന്യൂറോൺസ്, ഇതിനൊക്കെ ബാധിക്കാമെന്ന് പറയുന്നു. ആൻഡ് ഡയബറ്റിക് ഈവൻ ഒരു 500+ ഒക്കെ റേഞ്ചിലേക്ക്, മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലേക്ക് ഡയബറ്റീസ് ഒരു റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയബറ്റീസ് ക്യാൻ ഈവൻ ത്രെട്ടൻ ടു അവർ ലൈഫ്. ഡയബറ്റിക് കോമ കണ്ടീഷനിലേക്കൊക്കെ നമ്മൾ ബോഡി പോകാറുണ്ട്. ഓക്കെ, ആ സിറ്റുവേഷനിലാണ് നമ്മൾ കീറ്റോൺ ബോഡീസ് ഒക്കെ നമ്മൾ യൂറിനിലൂടെ പാസ് ചെയ്യുക. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് എവർ മൈ പോയിന്റ് ഈസ്, ഇതിനൊരു റേഞ്ച് ഉണ്ട്, ഒരു ലോവർ ലിമിറ്റ് ഉണ്ട്, ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട് അല്ലേ. സോ ആ ഒരു റേഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ സോഡിയം, സിമ്പിളായി പറയുകയാണെങ്കിൽ സോഡിയം അല്ലേ. സോഡിയം കുറയുന്ന കണ്ടീഷനിലുള്ള ഒരുപാട് ആളുകളുണ്ട്. സോഡിയം കുറയുന്ന എസ്പെഷ്യലി ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ആകെ കിളി പോയ ഒരു അവസ്ഥയിലായിരിക്കും അല്ലേ. മീൻസ് ഒരു എപ്പോഴും ഒരു ക്ഷീണമായിരിക്കും, വൊമിറ്റിംഗ് ടെൻഡൻസി വരും, പിന്നെ ആകെ ഡിസോറിയന്റഡ് ആകും. അതേപോലെ തന്നെ സോഡിയം കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ആൻഡ് ഈ പൊട്ടാസ്യം എന്ന് പറഞ്ഞ സാധനം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈവൻ ഇറ്റ് ക്യാൻ അഫക്റ്റ് അവർ ഹാർട്ട് എന്ന് പറയുന്നു. സോ എല്ലാത്തിനും അതിൻ്റെ ഒരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട്. സോ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് നമ്മളെ ബോഡിയിൽ അതൊരു സ്റ്റഡി സ്റ്റേറ്റ് എന്നാണ് നമ്മളെ ബോഡീനെ പറയുന്നത്. സോ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയാനുള്ള റീസൺ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. മെറ്റബോളൈറ്റ്സ് ഓർ ദ ബയോമോളിക്യൂൾസ് are present in a range or present in a concentration. Metabolites are present in a fixed concentration. നമുക്ക് പറയാം. ഫിക്സഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു അപ്പർ ലിമിറ്റ് ടു ലോവർ ലിമിറ്റ്, ഈ ഒരു റേഞ്ചിലായിരിക്കും. ഓക്കെ, ഇതിൽ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയാനുള്ള റീസൺ. ഇനി എന്തുകൊണ്ടാണ് നമ്മളെ ബോഡി നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ് എന്ന് പറയാനുള്ള റീസൺ? നോൺ ഇക്വിലിബ്രിയം എന്ന് പറയാനുള്ള റീസൺ ആക്ച്വലി സ്പീക്കിംഗ്, ഈ ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ നമ്മളെ ബോഡിയിൽ ഡിഫറെൻറ്റ് അയോൺസിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായേ പറ്റൂ എന്ന് വേണമെങ്കിൽ പറയാം. നോൺ ഇക്വിലിബ്രിയം, വാട്ട് ഈസ് ഇക്വിലിബ്രിയം? എപ്പോഴാണ് നമ്മുടെ ബോഡി ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകുന്നറിയോ? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുക നമ്മളൊക്കെ മടിയാവുന്ന സമയത്താണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വർക്ക് ഡൺ ഇൻ എ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഈസ് സീറോ, തെർമോഡൈനാമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളെ ബോഡിയിൽ ആക്ച്വലി മെറ്റബോളിക് കൺവേർഷൻസ് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ബോഡി ഈസ് കോൺസ്റ്റന്റ്ലി ഡൂയിങ് വർക്ക്, സോ ദാറ്റ് അവർ ബോഡി ഈസ് ആക്ച്വലി ഇൻ എ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അങ്ങനെ കോൺസ്റ്റന്റ്ലി എഫേർട്ട് എടുക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു സ്റ്റഡി സ്റ്റേറ്റിൽ ഈ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിൽ ഈവൻ വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലേ, യൂറിയ, ഈ വേസ്റ്റ് മെറ്റീരിയൽസിന് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്, ലോവർ ലിമിറ്റ് ഉണ്ട്. കുറച്ച് വേസ്റ്റ് ഇതിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വർക്ക് കൂടുതൽ നടക്കുന്നു, കിഡ്നി ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ ഒരുപാട് അങ്ങോട്ട് എല്ലാത്തിനും എടുത്ത് കളയുന്നില്ല, കുറച്ചൊരു മെയിൻറ്റെയിൻ ആയിട്ടുള്ള യൂറിയ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. സോ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ കൂടുതൽ വരുമ്പോൾ അതിനെ ഒരുപാട് അങ്ങോട്ട് വേസ്റ്റ് ആക്കിയിട്ട് കളഞ്ഞിട്ട് ഒരു ഫിക്സഡ് റേഞ്ചിൽ നിലനിർത്താൻ വേണ്ടി നമ്മളെ ബോഡി എപ്പോഴും എഫേർട്ട് എടുക്കുകയാണ്. So that's why our body is always in a working state. That's why our body is always in a non-equilibrium state എന്ന് പറയാം. So non-equilibrium state ആവാനുള്ള reason there is a continuous flow of biomolecule in different metabolic pathways. അല്ലേ, ഒരുപാട് പാത്വേ നടക്കുന്നുണ്ട്, മെറ്റബോളിക് പാത്വേസ് ഇൻ ലിവിങ് ഓർഗാനിസംസ്. ഇതിന് വിളിക്കുന്ന പേര് മെറ്റബോളിക് ഫ്ലക്സ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. മെറ്റബോളിക് ഫ്ലക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഉള്ളിലേക്ക് കയറുക പുറത്തേക്ക് പോവുക, മെറ്റബോളിക് ഫ്ലക്സ്. അങ്ങനെ ഉള്ള ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ബോഡി എപ്പോഴും ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ഒരു വർക്ക് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതുകൊണ്ടാണ് നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഈ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഈ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻറ്റിനെ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. സിമ്പിളായിട്ട് ഇതൊരു നമ്മുടെ ഒരു ഫിലോസഫിക്കലി നമുക്ക് പറയാൻ പറ്റും. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര എടുങ്ങാറുണ്ട്. നമുക്കറിയാം, പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു മടുപ്പുള്ള കാര്യം തന്നെയാണ്, കറക്റ്റ്ലി സേ. സോ ഈ ഒരു ഇക്വിലിബ്രിയം, നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലല്ല, നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. എന്തിനാണ് ഈ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാവുന്നതെന്ന് അറിയോ? നമ്മൾ ഭാവിയിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്താനാന്നുള്ളത് നമ്മൾ പറയും അല്ലേ. ഭാവിയിൽ ഒരു നല്ലൊരു പ്രൊഫഷൻ, അല്ലെങ്കിൽ നല്ലൊരു സമാധാനം, സന്തോഷം അല്ലേ. പലർക്കും ഈ ഒരു സ്റ്റഡി സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ പലർക്കും പലതാണ്.
ചിലർക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നതാവാം, ചിലർക്ക് നല്ലൊരു കാർ വാങ്ങിക്കണം, ചിലർക്ക് നല്ലൊരു വീട് വെക്കണം, നല്ലൊരു വിവാഹം കഴിക്കണം, അല്ലെ, എന്തുമാകാം. ഓക്കെ, വാട്ട് എവർ മൈ പോയിന്റ് ഈസ്, ഈ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളൊരു സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സ്റ്റഡി സ്റ്റേറ്റ് നമ്മൾ അറ്റൈൻ ചെയ്യൂ? അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ഈസ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലിവിങ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പർപ്പസ് ഒക്കെ നിറവേറി കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഹാപ്പി ആകുമോ, അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മൗണ്ടനിയസ് സിക്നസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. കാര്യം ഒരു ഡെസ്റ്റിനേഷൻ സിക്നസ് എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ മല കയറുന്ന ആൾക്കാർ, അല്ലെ, ഹിമാലയൻ മല കയറുന്ന ആൾക്കാർ വർഷങ്ങളോളം പ്രയത്നിച്ചിട്ടാവും അവർ ഒരുപക്ഷെ ഹിമാലയത്തിന് മേലെത്തുക. ഈ ഹിമാലയത്തിന് മേലെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് വരുന്നുണ്ട്, അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. സോ അവരുടെ ഒരു ലൈഫ് ഗോള് അവർ അച്ചീവ് ചെയ്തു, ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അവരെത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം, എക്സ്ട്രീം സന്തോഷം ഉണ്ടാവും. ചില ആളുകൾ അവിടെ തന്നെ തമ്പടിച്ച് ഒരുപാട് ദിവസങ്ങൾ താമസിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒരു മ്ലാനത അവരെ അലട്ടാൻ തുടങ്ങും. കാരണം ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് ഡെസ്റ്റിനേഷൻ സിക്നസ് എന്നൊക്കെ പറയാറുണ്ട്. ചില ആളുകൾ അവിടുന്ന് തന്നെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോലും പോകാറുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു, അല്ലേ? സോ നമ്മുടെ ആക്ച്വലി ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മളൊരു ഹാപ്പിനെസ് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ സ്വപ്നം കാണണം, പക്ഷേ യു ഹാവ് ടു ലീവ് ഇൻ ദ പ്രസന്റ് മൂമെന്റ്, അല്ലേ? ആരോ പറയുന്നുണ്ട് യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററിയാണ്. സോ യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി എന്ന് പറയും, അല്ലേ? യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി ആൻഡ് tomorrow is a mystery, but today is a gift. അതുകൊണ്ടാണ് ടുഡേ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രസന്റ് എന്ന് വിളിക്കുന്നത്. പ്രസന്റ് എന്ന് വിളിക്കാനുള്ള റീസൺ, ആക്ച്വലി സ്പീക്കിംഗ്, ടുഡേ എന്ന് പറയുന്നത് പ്രസന്റ്, ദാറ്റ് ഈസ് എ ഗിഫ്റ്റ് ആക്ച്വലി. സോ വി ഹാവ് ടു ആക്ച്വലി ട്രൂലി ലീവ് ദ പ്രസന്റ് മൊമെന്റ്. ഈവൻ ഈ പഠിക്കുന്ന ഇടങ്ങാറുള്ള ഈ ഒരു മൊമെന്റ് പോലും നിങ്ങൾ എന്ത് ചെയ്യണം? അതിലൊരു സന്തോഷം അൾട്ടിമേറ്റ് കണ്ടെത്താൻ പറ്റണം. ഇപ്പോഴത്തെ ഒരു സന്തോഷമുള്ള ഒരു എൻവിറോൺമെന്റ് ആണ് അതിന്റെ പ്യുവർ റിഫ്ലക്ഷൻ ആയിരിക്കും നമുക്ക് ഭാവിയിലും കിട്ടുക എന്ന് പറയപ്പെടുന്നു. ഓക്കെ, നിങ്ങൾ ഏത് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ, അംബാനി, അല്ലെ, അംബാനി ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പോലും അംബാനിക്ക് പോലും സങ്കടമാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് കുറെ പൈസ വായ്പ കൊടുക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു, അല്ലെ? നമ്മളിങ്ങനെ നോക്കുമ്പോൾ അംബാനിക്ക് എത്രയോ സ്റ്റോറീഡ് ആയിട്ടുള്ള വീടുകളുണ്ട്, എന്നിട്ടും അദ്ദേഹം ഹാപ്പി ആണോ ഹാപ്പി അല്ല എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും, അല്ലേ? Whatever, that is the idea. So you have to actually find the happiness within yourself in any present moment you are. ഏത് ഇടങ്ങാറുള്ള സിറ്റുവേഷനിലും നിങ്ങൾ അതിൽ എന്ത് കണ്ടെത്തുക? സന്തോഷം കണ്ടെത്തുക. എന്നിട്ട് അങ്ങനെ മുന്നേറുക. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാലും നല്ലൊരു നല്ലൊരു മൊമെന്റിൽ നിങ്ങൾ എത്തിപ്പെട്ടാലും നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. സോ ഞാൻ കാർഡ് കയറിയെന്ന് എനിക്കറിയാം. മൈ പോയിന്റ് വാസ് ലിവിങ് സ്റ്റേറ്റ് ഈസ് എ നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ്. നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ പലതും കാണാം. ഇക്വിലിബ്രിയം ഡൈനാമിക് സ്റ്റേറ്റ്, ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ്, നോൺ ഇക്വിലിബ്രിയം ഡൈനാമിക് സ്റ്റേറ്റ്, നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ്. യു ഹാവ് ടു ചൂസ് ദ ആൻസർ നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ്. ഓക്കെ, സോ സ്റ്റഡി സ്റ്റേറ്റ് ആവാനുള്ള റീസൺ, ഒരു റേഞ്ച് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. എൻസൈഡിലെ റേഞ്ച് രണ്ടാളുകളുടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെത്, അത് ഞാനിപ്പോൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളെ ഹോർമോൺസുകളുടെ ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഹോർമോൺസ് റേഞ്ച് പറയുന്നത് നാനോഗ്രാം പെർ മില്ലി ലിറ്റർ ആണ്. എന്താണ്? നാനോഗ്രാം പെർ മില്ലി ലിറ്റർ. സോ ആ റേഞ്ച് ഒക്കെ നോക്കി വെക്കാം. ഇതൊക്കെ ചോദിക്കാം. ഹോർമോൺസ് റേഞ്ച് ഈസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. മില്ലിഗ്രാം പെർ എം എൽ, മൈക്രോഗ്രാം പെർ എം എൽ എന്നൊക്കെ ചോദിക്കാം. സോ നാനോഗ്രാം പെർ മില്ലി ലിറ്റർ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഐഡിയ. നോൺ ഇക്വിലിബ്രിയം ആകുന്നത് നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ മെറ്റബോളിക് കൺവേർഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതുകൊണ്ടാണ്. ആൻഡ് ഇത് നമ്മളൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തും എപ്പോൾ? when we die and become stars, അല്ലേ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ഐ തിങ്ക് യു ഗോട്ട് സം ഐഡിയ ഓൺ ദിസ് ലിവിങ് സ്റ്റേറ്റ്. ഇത്രയാണ് നമുക്ക് ലിവിങ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഐഡിയ. സോ നെക്സ്റ്റ് നമുക്ക് എൻസൈംസ് എന്നുള്ള ടോപ്പിക്കിലേക്ക് കയറാം.